സന്നിധാനത്ത് വിജിലൻസ് പരിശോധന. ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ പശ്ചാത്തലത്തിലാണ് പരിശോധന. വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. സ്ട്രോങ് റൂം തുറന്നു പരിശോധിച്ചേക്കും. ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇതേ ദേവസ്വം വിജിലൻസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതായത് ആദ്യ കാഴ്ചയിൽ തന്നെ ക്രമക്കേടുകളുണ്ട് എന്ന് സമ്മതിക്കുന്ന, ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു റിപ്പോർട്ട്. അല്പം മുമ്പ് ജിജീഷ് കരുണാകരൻ നൽകിയ വാർത്തയിൽ പറയുന്നത് ആ കണക്കുകളിൽ, ആ റിപ്പോർട്ടിൽ പോലും കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ്. ഇതിപ്പോൾ അതേ ദേവസ്വം വിജിലൻസ് സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. കണ്ണിൽ പൊടിയിടാനോ? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദേവസ്വം ബോർഡിന്റെ ഇടപെടലുകൾ അതൊരു കൃത്യമല്ലാത്ത രീതിയിലാണ് എന്നുള്ള ആരോപണങ്ങൾ ഇതിനോടനുബന്ധമായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുവരെയുള്ള ഈ ദേവസ്വം വിജിലൻസിന്റെ ഫൈൻഡിങ്സ്, കണ്ടെത്തലുകളൊന്നും കൃത്യമായ രീതിയിലുള്ളതല്ല എന്നുള്ള ആരോപണം ഇതിനോടനുബന്ധമായിട്ട് പുറത്തു വന്ന വിവരങ്ങളിലൂടെ ശക്തമാണ്. എന്തായാലും ഇപ്പോൾ വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ഇന്നലെ രാത്രിയും സന്നിധാനത്ത് പരിശോധന നടത്തിയിരുന്ന ഈ അന്വേഷണ സംഘം എന്നിപ്പോൾ സ്റ്റോർ റൂം അടക്കം തുറന്ന് പരിശോധിക്കും എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ അത് മാറ്റി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ല ഗോകുൽ, ഈ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണല്ലോ. എങ്ങനെയാണ് വിജിലൻസിന്, ദേവസ്വം വിജിലൻസിന് സ്വതവേ കണക്കുകളിൽ പോലും വൻ പൊരുത്തക്കേടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ച അതേ ദേവസ്വം വിജിലൻസ് സന്നിധാനത്ത് തങ്ങി സ്ട്രോങ് റൂം അടക്കം തുറന്നു പരിശോധിക്കുന്നത് എങ്ങനെയാണ്? ഈ കാര്യങ്ങളിലൊക്കെ ഒരു പൊരുത്തക്കേട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണിൽ പൊടിയാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെ വേണം ഇതിനെ വിലയിരുത്താനായിട്ട്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ കോടതിയുടെ പരിഗണനയിൽ അടക്കമിരിക്കുന്ന വിഷയത്തിൽ ഈ ദേവസ്വം വിജിലൻസിന് ഏതൊക്കെ രീതിയിൽ ഇതിനെ ഇടപെടാൻ സാധിക്കും എന്നുള്ളതിന് നിയമവശം പരിശോധിക്കുക എന്നതാണ്. പക്ഷേ ഇപ്പോൾ നടത്തുന്ന ഈ അന്വേഷണം പ്രഹസനമുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ആ രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ കണക്കിൽ ഒക്കെ തലയിടുന്നതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. എന്തായാലും ഈ പരിശോധനയിൽ എത്രത്തോളം കാര്യക്ഷമമായിട്ടുള്ള തെളിവുകൾ ലഭ്യമാകും, അല്ലെങ്കിൽ അതിന്റെ പരിശോധന ഫലം എത്രത്തോളം കൃത്യമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംശയം നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്. ഒരുപക്ഷെ നേരത്തെ ഈ രീതിയിലുള്ള കാര്യക്ഷമമായിട്ടുള്ള പരിശോധനകൾ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനെയൊക്കെ തടയിടാൻ വേണ്ടി സാധിക്കുമായിരുന്നത്. ഇതെല്ലാം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഈ രീതിയിൽ അന്വേഷണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട അവശേഷിക്കുന്നത്. എന്തായാലും SP അടക്കമുള്ള സംഘം അവിടെ പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദിവാകരൻ, കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഈ സംഘത്തിൽ ഉണ്ട് എന്നും മനസ്സിലാക്കുന്നു. ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അതൊക്കെ അടക്കമാണ് പ്രധാനമായിട്ട് പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ട്രോങ് റൂം അടക്കം തുറന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ആദ്യത്തെ പരിശോധന ഇപ്പോൾ തുടരുകയാണ് സന്നിധാനത്ത് എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. സന്നിധാനത്ത് ദേവസ്വം വിജിലൻസിന്റെ പരിശോധന നടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ പരിശോധന. വിജിലൻസ് SP അവിടെ ഉണ്ട്. സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കാൻ സാധ്യത. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.